പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. സത്യം പറഞ്ഞാൽ റമദാൻ തീർന്നു സഹോദരങ്ങളെ, വളരെ പെട്ടെന്ന്. സത്യം പറഞ്ഞാൽ വന്നതും പോയതും ഒന്നും അറിയണില്ല. പരിശുദ്ധമായ റമദാൻ വരുന്നതിന് മുമ്പ് 2 മാസക്കാലം മുമ്പ് നമ്മളൊക്കെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗനാ റമദാൻ. അല്ലാഹുവിനോട് ദുആ ചെയ്ത് കാത്തിരുന്ന പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നു. പടച്ചവനെ പെട്ടെന്ന് ഇങ്ങ് വന്നോ എന്ന് തോന്നി. ആ റമദാനിന്റെ 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 വളരെ പെട്ടെന്ന് കടന്നുപോയി. നമ്മൾ വിചാരിച്ചു പടച്ചവനെ ഇനി മഗ്ഫിറത്തിന്റെ 10 ഉണ്ടല്ലോ. ആ മഗ്ഫിറത്ത് തീർന്നത് ഒരാഴ്ച തീർന്നത് പോലെ 10 ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിന്റെ അവസാനത്തെ 10 ദിനങ്ങളിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ അള്ളാഹു 10 ദിവസം നൽകി. നേടിയോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. 10 ദിവസം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ കരുണ ചോദിച്ചു വാങ്ങാൻ നൽകിയിട്ട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. 2-ാമത്തെ 10 ദിവസം അള്ളാഹു നൽകിയത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കഴുകിക്കളയാൻ അള്ളാഹു 10 ദിവസം നമുക്ക് നൽകിയിട്ട് ആ 10 ദിവസവും നമ്മൾ നിന്ന് വിട പറഞ്ഞു. ഇനി അവസാനത്തെ 10 ദിനരാത്രങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാത്തിനും കൂടെയുള്ളതാ. അള്ളാഹുവിന്റെ അവസാനത്തെ 10 ദിവസം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം ഉറപ്പിക്കുക, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു 10 ദിവസം എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും ഒരു ചിന്തയുമില്ലാതെ നടക്കുകയാണ്. പടച്ചവനെ എന്തോ ഇങ്ങനെ വന്നു, റമദാൻ വന്നു പോകുന്നു. സാധാരണ ദിനങ്ങളെ പോലെ, സാധാരണ ദിവസങ്ങളെ പോലെ ഇതിന് നൽകാ വലിയ ഒരു മഹത്വമോ പവിത്രതയോ അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാനമോ ഞാനും നിങ്ങളും മറന്നു പോകുകയാ. ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തെള്ളി നീക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ തൗബത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ചരിത്രം ഞാൻ നിങ്ങളും ഒന്നെടുത്തു നോക്കണം. മഹാനായ സാബിത്ത് ബിൻ മഹാനവറുകൾ, അവിടുന്ന് മഹാനവറുകളുടെ ചരിത്രം എടുത്തു നോക്കണം. തൗബത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു തനിക്ക് 60 വയസ്സ് പൂർത്തിയായി. 60-ാമത്തെ വയസ്സ് പൂർത്തിയായപ്പോൾ തന്റെ കുടുംബക്കാരെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം 60 വയസ്സ് പൂർത്തിയായി. തന്റെ ഭാര്യ സന്താനങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുമ്പോൾ മഹാനവറുകൾ വല്ലാതെ കരയുകയാ. നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഹാനവറുകൾ വല്ലാതെ കരയുന്നത് കണ്ടപ്പോൾ തൗബത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാർ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല 60 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യുവാനും ഒരുപാട് ശുക്റുകൾ ചെയ്യുവാൻ അല്ലാഹു നിങ്ങൾക്ക് അവസരം നൽകിയല്ലോ. അതുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാണ് കരയുന്നത് എന്ന് തൗബത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ കുടുംബക്കാര് ചോദിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്തിനാണ് അങ്ങയുടെ ബർത്ത്ഡേ ഇടുന്ന്, അന്ന് പിറന്നാളിന്റെ 60 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹാനായ തൗബത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഈ ദുനിയാവിൽ ഞാൻ 21,500 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചല്ലോ. 21,500 ദിവസം ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചു. ഒരു ദിവസം ഞാൻ ചെയ്തു പോയ പാപത്തിന്റെ കണക്കെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി ഒരു ദിവസം ഞാൻ ഒരു പാപമാണ് ചെയ്തതെങ്കിലും സുബ്ഹാനല്ലാഹ് 21,500 പാപം ഞാൻ ചെയ്തല്ലോ. ഇന്ന് ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ 21,500 പാപങ്ങളെ കുറിച്ച് അല്ലാഹു എന്നോട് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്? പറയാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഈ സങ്കടം കാരണമാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ അവിടുന്ന് സുജൂദിലേക്ക് വീഴുകയാണ്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവനെ, ആ സുജൂദിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മരണപ്പെട്ടു പോയി
പറയുന്ന ചരിത്രം പറയുമ്പോ വയല് കേൾക്കാൻ വന്നവരോട് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവരോട് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കടോ. കണ്ണുകൊണ്ട് കണ്ടത് പാപമാണ്, ചെവി കൊണ്ട് കേട്ടത് പാപമാണ്, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാണ്, കൈകൊണ്ട് പിടിച്ചത് പാപമാണ്, കൈകൊണ്ട് തൊട്ടത് പാപമാണ്, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് പോലും ചിന്തിച്ചത് പാപമാണ്. ഒരു ദിവസം ഞാനും നിങ്ങളും പടച്ചവനെ എന്ന പ്രഭാതം മുതൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടടുക്കുകയാണ്. രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ രാവിലെ 6 മണി മുതൽ ഈ വൈകുന്നേരം 6 മണി വരെ ഞാനും നിങ്ങളും ചെയ്തു പോയ പാപങ്ങളുടെ കണക്കൊന്ന് പറയാറ് എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലല്ലോ. കാരണം അത്രയും പാപങ്ങൾ ഞാനും നിങ്ങളും ചെയ്തവരാ. ഈ ഒരു ദിവസത്തെ പാപത്തെ കുറിച്ച് പോലും ഞാനും നിങ്ങളും ചിന്തിക്കാതെ നടക്കുകയാണ്. ആ പാപങ്ങളൊന്ന് കഴുകിക്കളയാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കുമില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ആഘോഷത്തിലാണ്, വലിയ സന്തോഷത്തിലാണ്, ചിരിയും കളിയുമായിട്ട് എല്ലാവരും നടക്കുകയാണ്. എല്ലാവരും പടച്ചവനെ ദുനിയാവിന്റെ പുറകെയാണ്. വല്ലാത്ത കളിയും തമാശയും ചിരിയുമായി നടക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും റിഇൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറിലേക്ക് നീ ഒന്ന് നോക്കൂ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന മഹത്തുക്കളെ നമുക്ക് പറഞ്ഞു തരുമ്പോ ആ മരിക്കേണ്ടവരാണെന്നോ കബറുണ്ടെന്നോ പരലോകമുണ്ടെന്നോ നരകമുണ്ടെന്നോ എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ലല്ലോ. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, അല്ലാഹു തന്ന ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്തേ സഹോദരാ ചിന്തിക്കാത്തത്? ഉസ്താദേ എന്തിനാണ് മരണത്തെ കുറിച്ച് പറയുന്നത്? ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ ഇല്ലല്ലോ, ട്യൂമർ ഇല്ലല്ലോ, മാരകമായ രോഗങ്ങളില്ലല്ലോ. പടച്ചവനെ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ചിന്തിക്കണം സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. മരിക്കാൻ രോഗമൊന്നും വേണ്ട. ക്യാൻസർ ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവരല്ല, കിഡ്നി തകർന്നവരല്ല, കരൾ രോഗമുള്ളവരല്ല, സ്ട്രോക്ക് വന്നവരല്ല, കൊളസ്ട്രോൾ കൂടിയവരല്ല. പടച്ചവനെ എവിടെ വെച്ചും മരണം കടന്നു വരികയാണ്. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രീ ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി وكم من صحيح مات من غير علتي وكم من مريض عاش دهرا على دهري. കവി എവിടെന്ന് പറയുകയാ, ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, മാരകമായ രോഗമുള്ളവര് മാത്രമല്ല മരിക്കുന്നത്. എടാ ചങ്ങാതി, നിന്റെ വാപ്പ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയില്ലേ? വാപ്പ എന്തേ വൈകുന്നേരം തിരിച്ചു വീട്ടിൽ വന്നോ? വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ മുറ്റത്ത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് കൊണ്ടുവച്ചത് നീ കണ്ടവനല്ലേ? രാത്രി ഉമ്മയോടൊപ്പം വളരെ കുടുംബത്തോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കെട്ടിപ്പിടിച്ചു ചുംബനവും തന്നിട്ട് സലാം പറഞ്ഞ് ബെഡ്റൂമിനകത്ത് കയറിക്കിടന്ന നിന്റെ വാപ്പ എന്തേ ഇവിടെ പോയി ചാമക്കാല പള്ളിയുടെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നില്ലേ? ഈ എന്തേ നീ ചിന്തിക്കാത്തത്? എന്നിട്ട് കവി ചോദിക്കുകയാ, എടാ ഒരു രോഗവുമില്ലാത്തവൻ വീണു മരിക്കണില്ലേ? ഒരു അസുഖവുമില്ലാത്ത എത്ര പേരുടെ മയ്യത്ത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. നിന്നെക്കാലം പ്രായം കുറഞ്ഞവര് വാപ്പ ഇരിക്കുമ്പോ മകൻ പോയില്ലേ? സ്വന്തം സഹോദരൻ കൂടപ്പറപ്പ് ജ്യേഷ്ഠൻ ഇരിക്കുമ്പോ അനുജൻ പോയില്ലേ? നിങ്ങളൊക്കെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടിട്ടില്ലേ? എന്തസുഖം വന്നിട്ടാ മരിച്ചത്? കവി ചോദിക്കുകയാ, ആരോഗ്യമുള്ളവൻ നിന്ന നിപ്പിന് വീണു മരിക്കുന്നു, എന്നാ മരിക്കും 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 എന്ന് പറഞ്ഞ ചങ്ങാതിമാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറയടോ. മരിക്കൂന്ന് ഡോക്ടർമാര് പറഞ്ഞ് എന്തിനാ? എന്റെ ജ്യേഷ്ഠൻ എന്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. തെളിവ്, എന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിന്റെ അളിയൻ, അദ്ദേഹത്തിന് കൊറോണ കൂടിയിട്ട് ഡോക്ടർമാര് പറഞ്ഞ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കൂന്ന്. 24 മണിക്കൂർ ആ സമയം പറഞ്ഞത്. ഇന്നും ആ മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ.
ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ സങ്കടപ്പെട്ടപ്പോ എന്നോട് കരയില്ലേ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച എന്റെ ജ്യേഷ്ഠൻ ഖബറിനകത്ത് കിടക്കുന്നുണ്ട്. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇതാ. കാരണം എപ്പോ എവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. ഈ ഇരിക്കണ ഈ സമയത്ത് ഇവിടെ നിന്ന് നോമ്പ് മുറിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് ഉറപ്പുള്ള ആരാവുള്ളേ? ഒരാളുമില്ല. ഇന്ന് അറ്റാക്കിന്റെ കാലമാ. പെട്ടെന്ന് മരിച്ചു. എങ്ങനെ മരിച്ചു? സൈലന്റ് അറ്റാക്ക്. തീർന്നു. ഒറ്റ വാക്ക് തീർന്നു എല്ലാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും ഒരു ദിവസം മരണം നമ്മളെ തേടി വരും. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. കാരണം ആ സമയം നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന സമയമാണ്. ഒരു മനുഷ്യന്റെ മരണം എപ്പോ എവിടെ വെച്ച് നടക്കും, ഇത് അള്ളാഹ്ക്കേ അറിയൂ. സിറാജിന് പറയാൻ കഴിയില്ല. മരണത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കാനേ കഴിയൂ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം എപ്പോ എവിടെ വെച്ച് വരുമെന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. 5 കാര്യങ്ങൾ അള്ളാഹു എണ്ണി പറയുന്നു. അതിൽ 5ാമതായിട്ട് അള്ളാഹു പറഞ്ഞത്, ഒരു മനുഷ്യന് എപ്പോ എവിടെ കടന്നു മരിക്കും, എവിടെ കബറടക്കും, എങ്ങനെ മരിക്കും, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പൊ ഞാൻ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരോട് പറയുന്നു, മരണം നമ്മളെ തേടി വരും. നല്ലവന്റെ മുമ്പിലും വരും, മോശക്കാരന്റെ മുമ്പിലും വരും. മോശക്കാരന്റെ മുമ്പിലേക്കും മരണം കടന്നു വരും, നല്ലവന്റെ മുമ്പിലേക്കും മരണം കടന്നു വരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഈ ഇഫ്താറിന് ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്ക്. അള്ളാഹുവിന്റെ മലക്കുകൾ നിരന്ന് നിൽക്കുകയാ. എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യാൻ. നമ്മൾ കാണുന്നില്ല, അള്ളാഹുവിന്റെ മലക്കുകളെ കാണുന്നില്ല. എങ്കിൽ കാണുന്ന ഒരു സമയമുണ്ടോ? അള്ളാഹു പറയുകയാണ്, ഫകസഫിനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. എന്റെ മുമ്പിലേക്ക് കടന്നു വരുമല്ലോ ഈ ഇരിക്കുന്ന ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കണ്ണിന്റെ മുമ്പിലേക്ക് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരണമാണ്. അതാ ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരമാണ്. ആരാണ് കടന്നു വരുന്നത്? ഒരു മലക്കല്ല, 70 മുതൽ 70,000 മലക്കുകൾ. പടച്ചവനെ, ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. കാണുമ്പോഴേ പേടിച്ച് വിറയ്ക്കുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവർ 2 വിഭാഗമുണ്ടോ? ഒരു വിഭാഗത്തിന്റെ രംഗം എങ്ങനെയെന്നറിയോ? പടച്ചവനെ, അസ്റായീൽ എന്ന് പറയുന്ന മലക്കുകളെ കാണുമ്പോ പേടിച്ച് വിറച്ചുകൊണ്ടവരെ പിടന്ന് താഴെ വീടുകയാണ്, ഭയന്ന് വിറയ്ക്കുകയാണ്. ആ സമയത്ത് മലക്കുകൾ അടുത്തു വരികയാ. എന്നിട്ട് അവര് പറയുന്നു, കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق. അവരോട് മലക്കുകൾ പറയുകയാ, നിന്നെ കൊണ്ടുപോകാമെന്നതാ, നിന്റെ റൂഹ് പിടിക്കാമെന്നതാ, നിന്റെ സമയമെടുത്തടാ. ആരെ വേണമെങ്കിലും വിളിച്ചോ, രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിച്ചോ, എന്തു വേണമെങ്കിലും നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഭയന്ന് വിറയ്ക്കുകയാണ്. അസ്റായീലിന്റെ രൂപം കാണുമ്പോഴേ അവനെ പകുതിയങ്ങോ മരിക്കുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ടവരെ പടച്ചവരെ, അതാ മലക്കുകൾ അവന്റെ റൂഹ് പെടന്ന് വലിച്ചു പറിക്കുകയാ. പടച്ചവനെ വല്ലാതെ വിളിക്കുകയാണ്. വായിലൂടെ പതയുന്നൊരയും വരുന്നുണ്ട്, കണ്ണ് തള്ളുന്നുണ്ട്. പടച്ചവരെ, പേടിച്ച് വിറച്ച് മലമൂത്ര വിസർജനം നടത്തിയിട്ടവനെ മരിക്കുകയാണ്. പടച്ചവനെ, അവന്റെ മരണമങ്ങ് കഴിഞ്ഞു. ജനങ്ങൾ ഓടി വരുമ്പോ മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുമ്പിലേക്ക് മക്കള് കടന്നു വരുമ്പോ വാപ്പയുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. പടച്ചവനെ, വായിലൂടെ പതയുന്നൊരയും ഒലിക്കുന്നുണ്ട്, മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട്. സൗന്ദര്യമുണ്ടായിരുന്ന കാണാൻ
ഗ്ലാമർ ഉണ്ടായിരുന്ന വാപ്പാ മക്കള് നോക്കുമ്പോ ഉപ്പാടെ മുഖമല്ല കറുത്തിരിക്കുകയാ. കാണാൻ നോക്കാൻ പേടി തോന്നുകയാണ്. മയ്യത്ത് കാണാൻ വരുന്നവരെ മുഴുവനും ഭയപ്പെടുത്തുന്ന രീതിയിൽ മരിച്ച് ഈമാനില്ലാതെ മരിച്ചു കിടക്കുകയാണ്. പടച്ചവനെ മയ്യത്ത് കാണുമ്പോഴേ അറിയാം പടച്ചവന് ഇത് ഈമാനില്ലാത്ത മരണമാണ്. ഒരു വട്ടമേ നോക്കുന്നുള്ളൂ. മുഖത്ത് നോക്കാൻ പേടി തോന്നുന്ന രീതിയിൽ ഒരു വിഭാഗം അവിടെ നിന്ന് മരിച്ചു കിടക്കുകയാ. എങ്കിൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗത്തിന്റെ മരണം എങ്ങനെയെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് പ്രകാശിക്കുന്ന മുഖത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്